നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാനസികമായോ ശാരീരികമായോ മുറിവേൽക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ശരീരത്തിൽ മുറിവുണ്ടായാൽ നമ്മൾ മരുന്ന് പുരട്ടി ഉണക്കും. എന്നാൽ മനസ്സിനേൽക്കുന്ന മുറിവുകളോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന വഞ്ചന, ജീവിത പരാജയങ്ങൾ, ഇവയെല്ലാം നമ്മളെ വല്ലാതെ ഉലച്ചു കളയാറുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതോടെ എല്ലാം അവസാനിച്ചുവെന്ന്. എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ നമുക്കുണ്ടാകുന്ന ഓരോ മുറിവും ഒരു പുതിയ തുടക്കമാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായ പല തിക്താനുഭവങ്ങളെയും ഇന്ന് ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? അതെല്ലാം ജീവിതത്തിലെ നന്മകളായി പരിണമിച്ചു എന്നതല്ലേ സത്യം? നമ്മുടെ വീഡിയോയിലെ ഇന്നത്തെ ചിന്താവിഷയം നമുക്കുണ്ടാകുന്ന മുറിവുകളിൽ നിന്ന് എങ്ങനെ നമുക്ക് പുതുജീവൻ കണ്ടെത്താം എന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ലോകപ്രശസ്തനായ സൂഫിവര്യൻ റൂമി പറഞ്ഞ ഒരു വാചകമുണ്ട്: മുറിവുകളിലൂടെയാണ് വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എന്ന്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഇരുട്ടറയിൽ വെളിച്ചം കയറണമെങ്കിൽ ആ ചുവരിൽ ഒരു വിള്ളലുണ്ടാവണം. നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ഞാനെന്ന ഭാവവുമൊക്കെ ഒരു കട്ടിയുള്ള ചുമര് പോലെയാണ്. ജീവിതം നമുക്ക് തരുന്ന ആ മുറിവുകൾ ആ ചുവരിൽ വിള്ളലുകൾ വീഴ്ത്തിയാൽ മാത്രമേ അതിലൂടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ജീവിതത്തിലുണ്ടാകുന്ന പല വേദനകളും മുറിവുകളും ദൈവം നമ്മുടെ അഹംഭാവത്തിൽ വീഴ്ത്തുന്ന വിള്ളലുകളാണ്. ആ വിള്ളലുകളിലൂടെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് മുറിവുകളെ പേടിക്കേണ്ട, അവയെ ഭയപ്പെടേണ്ട. അവ നമ്മളെ കൂടുതൽ വിവേകികളാക്കാനും ആത്മശക്തിയുള്ളവരാക്കാനും പ്രപഞ്ചം നമുക്ക് തരുന്നതാണെന്ന് ഓർക്കുക. ഒരു ചെറിയ കഥ പറയാം. ഒരു വിത്ത് മണ്ണിൽ കിടക്കുകയാണ്. അത് ഒരു മരമായി മാറണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? ആ വിത്തിൻ്റെ പുറന്തോട് പൊട്ടണം. ആ പൊട്ടൽ ഒരുപക്ഷെ ആ വിത്തിന് വേദന ഉളവാക്കുന്നതാവാം. ഞാൻ നശിച്ചു പോവുകയാണോ എന്ന് ആ വിത്ത് ഭയന്നേക്കാം. പക്ഷേ ആ പൊട്ടലിലൂടെയാണ് ഒരു ചെറിയ മുള പുറത്തേക്ക് വരുന്നത്. ആ മുളയാണ് പിന്നീട് ഒരു വലിയ മരമായി മാറുന്നതും ഫലങ്ങൾ നൽകുന്നതും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഇതുപോലെയാണ്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും പഴയ നമ്മൾ മരിക്കുകയും പുതിയ കൂടുതൽ കരുത്തുള്ള നമ്മൾ ജനിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം പറയാം. കടലിൻ്റെ ആഴങ്ങളിൽ കഴിയുന്ന മുത്തുച്ചിപ്പിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരു മണൽത്തരി ചിപ്പിയുടെ ഉള്ളിൽ തറയ്ക്കുമ്പോൾ അതിന് വലിയ വേദനയുണ്ടാകും. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ചിപ്പി ഒരു പ്രത്യേക ദ്രാവകം പുറപ്പെടുവിക്കുന്നു. കാലക്രമേണ ആ വേദനയും ആ ദ്രാവകവും ചേർന്ന് മനോഹരമായ ഒരു മുത്തായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ വേദനകളും ഒരുനാൾ ഇതുപോലെ മുത്തായി മാറും. അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് മാത്രം. ലോകത്തിൽ നമുക്ക് മുൻപേ കടന്നുപോയവർ സഹിച്ച വേദനകളൊന്നും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. സഹനത്തിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ വേദനയും വിഷമങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ലോകത്തിന് വെളിച്ചം നൽകിയ മഹാന്മാരൊക്കെയും വലിയ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയവരാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കിപ്പോൾ ഒരു വിഷമഘട്ടമാണെങ്കിൽ, മനസ്സിൽ വലിയ മുറിവുകളുണ്ടെങ്കിൽ അത് ആലോചിച്ച് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. ആ മുറിവുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത് എന്നെ പുതിയൊരു മനുഷ്യനാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ആ വേദനയെ സമാധാനമാക്കി മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യാശ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശാന്തമായിരിക്കൂ, സന്തോഷമായിരിക്കൂ. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.